ഹായ് ഹലോ, എന്തുണ്ട് വിശേഷം? കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. എനിക്ക് പുതിയ ഒരു സ്വഭാവം തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് ചെടികളൊക്കെ വളർത്താമെന്ന് വിചാരിച്ചു. അത് റോസ്. ഇപ്പോൾ റോസയുടെ കളക്ഷനാണ് കേട്ടോ കൂടുതലും ഞാൻ ആദ്യം കാണിച്ചത്. നമ്മുടെ ഈ പനിനീർ പൂവിൻ്റെ കളർ തന്നെയാണ് റോസ, പക്ഷെ നമ്മൾ നല്ല ടൈപ്പ് റോസപ്പൂവാണ് കേട്ടോ അത്. സാധാ റോസയല്ല. പിന്നെ ഇതൊക്കെ ഡബിൾ കളറിൽ വരുന്ന പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പൂക്കളൊക്കെ പൊഴിഞ്ഞിട്ട് പുതിയ മുട്ട ഇപ്പോൾ എല്ലാത്തിലും വന്നിരിക്കുകയാണ്. ഇത് തനി വെള്ള കളർ റോസപ്പൂവാണ്, ചെറിയ റോസപ്പൂ. നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ. പിന്നെ വെന്തി, ജമന്തി, പിന്നെ ഇങ്ങനെ നമ്മൾ ഒടിച്ച് കുത്തിയൊക്കെ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. പിന്നെ ഹൈ റേഞ്ച് റോസ, പിന്നെ ഇത് ചെറിയ പൂവാണ് കേട്ടോ റോസപ്പൂവ്. പിന്നെ ഇത് കോളാമ്പി പൂ എന്ന് പറഞ്ഞാൽ ഈ വയലറ്റ് കളർ ഒരു പൂ, എനിക്ക് അതിൻ്റെ പേരറിയില്ല. ഇത് സീനിയയുടെ ചെറിയ തൈയാണ്, അതിലൊരു മുട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ, റെഡ് കളർ കണ്ടേ. അപ്പോൾ കുറേ സമയങ്ങളൊക്കെ ഇതിനായിട്ട് ഞാനിങ്ങനെ ചിലവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ്, മനസ്സിനൊരു സന്തോഷമാണ് ഓരോ ദിവസവും അത് വിടർന്ന് വരുന്ന കാണാൻ. ഇതെനിക്ക് കൊതി വന്നിട്ട് ഞാൻ ഇത് വാങ്ങിയ കടയുടെ വാതിക്ക് കണ്ണനോട് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി വാങ്ങിയ പൂവാണ് കേട്ടോ. നല്ല രസമാണത് കാണാൻ. അപ്പോൾ ഇതേ കുറച്ച് ദിവസത്തെ ഒരിടവേളയ്ക്ക് ശേഷമാണ് ദുർഗമ്മ സ്കൂളിലേക്ക് പോകുന്നത് കേട്ടോ. പൊതുവേ ഒരു ചെറിയ മടിയുണ്ടായിരുന്നു പോകാൻ. ചെറിയ പനിയൊക്കെ ആയിട്ട് ഒരു 1.5 ആഴ്ചയായി. ഞാനും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്കും പനിയായിരുന്നു, പാവിക്കുട്ടനും പനിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവൾക്ക് എക്സാം കഴിഞ്ഞിട്ട് അവൾ ഉച്ചയായപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദുർഗമ്മേനെ കൂട്ടാൻ പോവുകയാണ്. അപ്പോൾ രാവിലെ കൊണ്ട് ഞങ്ങൾ വിട്ടിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന രംഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ദുർഗമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അമ്മ വരില്ലേന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് അവൾ 2:30 ആയപ്പോൾ അവളെ വന്ന് കൂട്ടി. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. പിന്നെ വീട്ടിലുണ്ട് വേറൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അത് ഞാൻ പറയാം കേട്ടോ. നല്ല രസമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെന്തായാലും വീഡിയോ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു കാര്യം. വീട്ടിലെനിക്കും അമ്മയ്ക്കും ഏറ്റവും പേടിയുണ്ടായിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പേടിയൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്കൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് പേടിയില്ല. ഇത് ഞങ്ങളുടെ കിച്ചുക്കുട്ടനാണ് കേട്ടോ, 3 മാസം ആയിട്ടുള്ളവന്. അപ്പോൾ കണ്ണൻ അവനെ ഓരോ കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണനോട് പറയുകയാണെ, കണ്ണൻ വളർത്തിയ നായകളിലെല്ലാം വെച്ച് കണ്ണന് ഇഷ്ടപ്പെട്ടൊരു നായയാണെന്ന്. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര അനുസരണയാണ് ഇവനെന്ന് കണ്ണൻ പറയണേ. എന്തായെങ്കിലും എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര സ്നേഹമാണ്, എന്തു പറഞ്ഞാലും ഭയങ്കരമായിട്ട് അനുസരണയൊക്കെ കാണിക്കുന്നുണ്ട് അവൻ. നല്ല രസമാണ് അവൻ്റെ ഓരോ കാര്യങ്ങൾ കാണാനും. നോക്കി ഇങ്ങനെ ഇരുന്ന് പോകും ഞാൻ. ചിലപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകും, പണികളൊക്കെ പകുതി ചെയ്യാൻ ഇവനെ നോക്കിയിട്ടിരിപ്പാണ് എൻ്റെ പരിപാടി. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളെല്ലാം ഇവൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്ന് സമയം പോകാറാണ് പതിവ്. കുറേ നാൾക്ക് ശേഷം ഉണ്ടായ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.